വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണല്ലോ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്ത് ഗംഭീരമായ നിരവധി ഫീച്ചറുകളുണ്ട്. അപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും അറിയാതെ പോയ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്തെ ഗംഭീരമായ ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആണോ എന്ന് നോക്കണം. അപ്ഡേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഏറ്റവും പുതിയ വെർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന എഴുത്തിന് തൊട്ടു താഴെയായിട്ട് അഡ്വാൻസ്ഡ് എന്നോ ക്ലാസിക് എന്നോ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അഡ്വാൻസ്ഡ് ആണ് വേണ്ടത്. ക്ലാസിക് ആണെങ്കിൽ അത് മാറ്റിയിട്ട് അഡ്വാൻസ്ഡ് ആക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ലഭിക്കുക. ഇനി ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ഫോണിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അടുത്തുള്ള അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുവരെ കാത്തിരിക്കുക. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്ത് നിരവധി ഫീച്ചറുകൾ ഉണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട 3 മാത്രമേ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ളൂ. അപ്ഡേറ്റിലൂടെ വളരെ ഗംഭീരമായ ഫീച്ചറായി മാറിയിട്ടുണ്ട് ഞാൻ പറയുന്നതൊക്കെ. അപ്പോൾ ആദ്യത്തേത്, നമുക്ക് ഒരു അന്യഭാഷക്കാരനോട് സംസാരിക്കണമെങ്കിൽ അയാൾ അയാളുടെ ഭാഷയിലും നമ്മൾ നമ്മുടെ ഭാഷയിലും സംസാരിച്ചാൽ മതി. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒരു മധ്യസ്ഥനെ പോലെ നിന്ന് നമ്മൾ പറയുന്നത് അയാൾക്ക് അയാളുടെ ഭാഷയിലും അയാൾ പറയുന്നത് നമുക്ക് നമ്മുടെ ഭാഷയിലും തത്സമയം ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും. അത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന കോൺവെർസേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പണായി ലഭിക്കും. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് 2 ഭാഷകൾ സെലക്റ്റായി കിടക്കുന്നത് കാണാം. ഏത് ഭാഷക്കാരനോടാണ് സംസാരിക്കേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഭാഷകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം ഞാൻ മലയാളം കൂടി ഇതിൽ തിരഞ്ഞെടുക്കുകയാണ്. അതായത് മലയാളിയായ ഞാൻ ഹിന്ദിക്കാരനോട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുകളിൽ മലയാളവും ഹിന്ദിയും ഇപ്പോൾ സെലക്റ്റായി കിടക്കുന്നുണ്ട്. ഇതിനനുസരിച്ചിട്ടാണ് ഭാഷകൾ നിങ്ങൾ മുകളിൽ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി തൊട്ടു താഴെ നിരവധി ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കോൺവെർസേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓൾറെഡി അതിലായിരിക്കും ടിക്ക് മാർക്ക് ഉണ്ടാവുക. അല്ലാതെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ താഴെ വേറെയും ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാളത് മാത്രം ശബ്ദം മതി, മറ്റൊരാളുടേത് എഴുതി കാണിച്ചാൽ മതിയെങ്കിൽ അതൊക്കെ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ കോൺവെർസേഷൻ ആണ് നിങ്ങൾ സെലക്റ്റായി കിടക്കുന്നതെങ്കിൽ താഴെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, അതാണ് വേണ്ടത്. ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ഓൺ ആക്കുന്നതോടെ ഈ ഓപ്ഷൻ ഓൺ ആയി കിട്ടുന്നതാണ്. ഇനി 2 ഭാഷക്കാരും പരസ്പരം നിങ്ങളുടെ ഭാഷയിൽ സംസാരിച്ചാൽ മതി. തത്സമയം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാം. മുझे आपका गाना बहुत पसंद आया. എനിക്ക് നിങ്ങളുടെ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. मुझे खुशी है कि आपको ये पसंद आया. आपसे मिलकर खुशी हुई. നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്. എനിക്കും നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. मुझे भी आपसे मिलकर खुशी हुई. ഇതുപോലെ 2 പേരും അവരവരുടെ ഭാഷയിൽ പരസ്പരം സംസാരിച്ചാൽ മതി. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ തത്സമയം അത് ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും. ഇനി ഉപകാരപ്രദമായ 2ാമത്തെ ഫീച്ചർ പറഞ്ഞു തരാം. നിങ്ങളുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്ത് പ്രൊഫൈൽ പിക്ചർ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ലഭിക്കും. സെറ്റിംഗ്സിനകത്ത് നിങ്ങൾക്ക് ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ ലഭിക്കും. ഇതിനൊരു ബട്ടൺ ഉണ്ടാവും. അത് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ 2 ഓപ്ഷൻ ഓൺ ആകും. പക്ഷേ നടുവിലെ ഓപ്ഷൻ ഓൺ ആകുന്നതല്ല. നടുവിലത്തെ ഓപ്ഷൻ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ മാനേജ് പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കത്താണ് പോകുക. അതിനകത്ത് നിന്ന് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതോടെ നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ ഇതുപോലെ പുതിയൊരു ട്രാൻസ്ലേറ്ററിൻ്റെ ബട്ടൺ വന്നതായിട്ട് കാണാം. ഇതുകൊണ്ടുള്ള പ്രയോജനം ഇപ്പോൾ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും എവിടെയായാലും മറ്റൊരു ഭാഷയിലുള്ള എന്തെങ്കിലും സന്ദേശമോ കാര്യമോ കണ്ടാൽ ജസ്റ്റ് അത് പ്രസ് ചെയ്ത് പിടിച്ച് നിങ്ങളൊന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ഈ ബട്ടണിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ അത് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം, എൻ്റെ വാട്സപ്പിനകത്തുണ്ടായിരുന്ന ഹിന്ദി മെസ്സേജ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ എപ്പോഴും ഡിറ്റക്റ്റ് ലാംഗ്വേജ് എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. താഴെ നിങ്ങൾക്ക് പിന്നെ മലയാളം അറിയാലോ, മലയാളമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഡിറ്റക്റ്റ് ലാംഗ്വേജ് എന്തിനാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള പ്രയോജനം ഏത് ഭാഷയും നമ്മൾ കോപ്പി ചെയ്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. മുകളിലെ ഭാഷ അത് ഓട്ടോമാറ്റിക്കലി ഏത് ഭാഷയാണെന്ന് മനസ്സിലാവുകയും അതിനനുസരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലഭിക്കുകയും ചെയ്യും. ഇനി സ്ക്രീനിലുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എക്സിറ്റ് പോകണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ താഴെ എക്സിറ്റ് ബട്ടൺ കാണാം. അതിലേക്ക് കൊടുത്താൽ അത് ഹൈഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഹൈഡ് ചെയ്ത് കൊടുത്താൽ അത് സ്ക്രീനിൽ നിന്ന് പോകുന്നതാണ്. വീണ്ടും നിങ്ങൾക്ക് ആ ഓപ്ഷൻ വേണമെങ്കിൽ നേരത്തേതുപോലെ തന്നെ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഇവിടെ നിന്ന് തന്നെ ഓണും ഓഫും ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇനി 3ാമത്തെ പ്രയോജനം പറഞ്ഞു തരാം.
ഇപ്പോൾ നമുക്കൊരു അന്യഭാഷ പോസ്റ്റർ ഉണ്ടെങ്കിൽ അത് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്തുണ്ട്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്കിവിടെ ഭാഷ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനിൽ ഡിറ്റക്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തേതിൽ നിങ്ങൾ മലയാളം ഭാഷ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ക്യാമറ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഗാലറി ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്ത് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് ഏത് ഭാഷയിലുള്ള പോസ്റ്ററാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ തന്നെ ഉടനടി അത് മലയാളത്തിലേക്കോ നിങ്ങൾ സെലക്ട് ചെയ്ത ലാംഗ്വേജിലേക്കോ മാറുന്നതാണ്. ഇനി ഇത് ഇവിടെ നിന്ന് തന്നെ പ്ലേ ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഈ ഭാഷയിൽ മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ നമുക്ക് നമ്മുടെ ഭാഷയിൽ മറ്റേത് ഭാഷയിലുള്ള പോസ്റ്ററും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.